കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഓൺ 31st March 2011 ഈസ് 12,000. ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. ഓക്കെ, ഇനി ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ബാക്കി ട്രാൻസാക്ഷൻസ് നല്ല രീതിക്ക് റീഡ് ചെയ്തിട്ട് അതിൽ ക്യാഷ് ബുക്കിൽ എന്ത് മാറ്റാണ് വരുന്നത്, അതേപോലെ തന്നെ പാസ്ബുക്കിൽ എന്ത് മാറ്റാണ് വരുന്നത് എന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ അതേപോലെ കീപ്പ് ചെയ്തിട്ട് ബാക്കി സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓഫ് ദ ചെക്ക് അമൗണ്ടിങ് 8,000 deposited into a bank up to 31st March 2011. A check of rupees 1,800 was credited by bank only on April 3rd, 2011. ഇതിലെന്താണ് പറയുന്നത്? നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31st March 2011 ആണ്. പക്ഷേ ഇവിടെ ടോട്ടൽ 8,000 റുപ്പീസിൻ്റെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നാൽ April 3, 2011 1,800 രൂപയുടെ ചെക്ക് എൻകാഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31st March 2011 ആണ്. അതുവരെ 8,000 രൂപയിൽ 1,800 കുറച്ച് ബാലൻസ് എമൗണ്ട് മാത്രമാണ് എൻകാഷ് ചെയ്തിട്ടുള്ളൂ. ഈ 1,800 ആക്ച്വലി ബാങ്ക് എൻകാഷ് ചെയ്യണത് April 3 സോ അവിടെ ഒരു 1,800 രൂപ ക്യാഷിൽ കൂടുതലുണ്ടായിരിക്കും, പാസ്ബുക്കിൽ 1,800 രൂപ കുറവായിരിക്കും. ടോട്ടൽ 8,000 രൂപയുടെ ചെക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 31st March 2011 ആയപ്പോൾ ഈ 1,800 രൂപ എൻകാഷ് ചെയ്തിട്ടില്ല. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ ഈ 1,800 കൂടി ഇൻവോൾവ് ആക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ 1,800 രൂപ കൂടുതലായിരിക്കും. തേർഡ് ട്രാൻസാക്ഷൻ പറയുന്നത് എ ചെക്ക് ഓഫ് 2,500 ഇഷ്യൂഡ് ടു മിസ്റ്റർ സുഗു വാസ് റോങ്ലി എൻറ്റേർഡ് ട്വൈസ് ഇൻ ക്യാഷ് ബുക്ക്. അതായത് മിസ്റ്റർ സുഗുവിന് 2,500 രൂപയുടെ ചെക്കാണ് ആക്ച്വലി ഇഷ്യൂ ചെയ്തത്. പക്ഷേ ക്യാഷ് ബുക്കിൽ അയാൾ അത് 2 തവണ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഒരു 2,500 അധികം ക്യാഷ് ബുക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്തതായിട്ട്, അപ്പോൾ ക്യാഷ് കുറവായിട്ട് കാണിക്കും. നാലാമത്തെ ട്രാൻസാക്ഷൻ ചെക്ക് ഇഷ്യൂഡ് ഡ്യൂറിങ് ദ മന്ത് എമൗണ്ടഡ് ടു rupees 8,000 ഓഫ് വിച്ച് ചെക്ക് ഓഫ് rupees 1,000 were not presented to bank up to 31st March 2011. അതായത് 8,000 രൂപയുടെ ചെക്ക് ഈ മാസം ഇഷ്യൂ ചെയ്തു. പക്ഷേ ആ 8,000-ൽ 1,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ ബാക്കി ഈ 8,000-ൽ 7,000 രൂപയുടെ ചെക്കാണ് ബാങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ വിചാരിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് 8,000 രൂപ പോയിന്ന്. പക്ഷേ ആക്ച്വലി ബാങ്കിൽ നിന്ന് പോയിട്ടുള്ളത് 7,000 രൂപയാണ്. അപ്പോൾ അവിടെ 1,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ക്യാഷ് ബുക്കിൽ 1,000 രൂപ കുറവും ആയിരിക്കും. ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ പറയുന്നത് ദ പാസ്ബുക്ക് ഷോഡ് എ ക്രെഡിറ്റ് ഓഫ് ₹100 ആസ് ഇൻട്രസ്റ്റ് ഫോർ ദർ വാസ് നോ എൻട്രി ഇൻ ദ ബുക്ക്. അതായത് ബാങ്കിൽ പാസ്ബുക്കിൽ 100 രൂപ നമുക്ക് ക്രെഡിറ്റ് വന്നിരിക്കണം. അപ്പോൾ പാസ്ബുക്കിൽ 100 രൂപ കൂടുതലായിരിക്കും, ക്യാഷ് ബുക്കിൽ 100 രൂപ കുറവായിരിക്കും. സിക്സ്ത് ട്രാൻസാക്ഷൻ ദ പാസ്ബുക്ക് ഷോഡ് എ പേയ്മെൻറ്റ് ഓഫ് ₹500 ആസ് LIC പ്രീമിയം ഫോർ വിച്ച് നോ എൻട്രി വാസ് മെയ്ഡ് ഇൻ ക്യാഷ് ബുക്ക്. അതായത് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് LIC പ്രീമിയം 500 രൂപ പേ ചെയ്യാണ്. പക്ഷേ കസ്റ്റമറുടെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്കാണ്. സോ പാസ്ബുക്കിൽ നിന്ന് 500 രൂപ കുറയും, ക്യാഷ് ബുക്കിൽ നിന്ന് 500 രൂപ കൂടുതലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ റീസൺസും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ ഇത് പ്രിപ്പയർ ചെയ്യണത്. സോ അതുകൊണ്ടാണ് റോങ് എൻട്രി ആയാലും അല്ലെങ്കിൽ ആക്ച്വലി അക്കൗണ്ടിൽ നിന്ന് പോയാലൊക്കെ നമ്മളിങ്ങനെ ഈ ക്യാഷ് ബുക്ക് പാസ്ബുക്കിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ദ പാസ്ബുക്ക് ഷോഡ് എ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് 10,000 ഫ്രം മിസ്റ്റർ മധു ഓൺ March 28, 2011. ഇറ്റ് വാസ് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ഓൺലി April 5th, 2011. അതായത് മിസ്റ്റർ മധു എന്ന് പറഞ്ഞ ഒരാൾ 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അത് ആക്ച്വലി അയാൾ ചെയ്യണത് 28 മാർച്ചിനാണ്. പക്ഷേ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് April 5th. നമ്മൾ ഈ ബുക്ക് തയ്യാറാക്കുന്നത് 31st മാർച്ചിനാണ്. സോ
31 മാർച്ച് വരെയുള്ള ഡിഫറൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ ബാങ്കിൽ അക്കൗണ്ട് പാസ്ബുക്കിൽ 10,000 രൂപ കൂടും, ക്യാഷ് ബുക്കിൽ 10,000 രൂപ കുറവായിരിക്കും. അടുത്ത ട്രാൻസാക്ഷൻ, എ ചെക്ക് ഫോർ ₹3,100 issued to a creditor was entered in the bank column of cash book as 13,000. ഇവിടെ ഒരു റോങ് എൻട്രി മെയ്ഡ് ചെയ്യാണ്. അതായത് ക്രെഡിറ്റർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തത് 3,100 രൂപയുടെയാണ്, പക്ഷേ റെക്കോർഡ് ചെയ്തത് ക്യാഷ് ബുക്കിൽ അറിയാതെ 13,000 എന്നാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടുതൽ എമൗണ്ട് കുറഞ്ഞ് കാണിക്കുകയാണ്. ആ ഡിഫറൻസ് നമ്മൾ, അതായത് ആക്ച്വലി നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തത് 3,100 രൂപയ്ക്കാണ്, പക്ഷേ നമ്മൾ ക്യാഷ് ബുക്കിൽ അറിയാതെ റെക്കോർഡ് ചെയ്തത് 13,000 എന്നാണ്. അപ്പോൾ ഈ 13,000 നിന്ന് 3,100 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ഇല്ലേ 9,900, അത് നമ്മൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കാണിക്കണം. റോങ് എൻട്രിയാണ് മെയ്ഡ് ചെയ്തത്. നമ്മുടെ ക്യാഷ് ബുക്കിൽ ആക്ച്വലി 3,100 പകരം 13,000 എഴുതി. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണ്? 9,900 ആണ്. അത് ക്യാഷ് ബുക്കിൽ അത്രയും കുറയും, പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കൂടുതലായിരിക്കും. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ദ ബാങ്ക് ഡെബിറ്റഡ് മീൻസ് റുക്കൂസ് അക്കൗണ്ട് വിത്ത് ചെക്ക് ₹200 received from Mr. Raju which has been returned dishonored. No entry in cash book. അതായത് രാജുവിൻ്റെ നിന്ന് 200 രൂപയുടെ ഒരു ചെക്ക് നമുക്ക് കിട്ടിയിരുന്നു. ആ ചെക്ക് കിട്ടിയപ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാണ് നമുക്ക് 200 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഡിസോണറായി. അത് നമ്മൾ ആ ഡിസോണറായത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ആക്ച്വലി പാസ്ബുക്കിൽ നിന്ന് ആ എമൗണ്ട് പോയി, ഡെബിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ നിന്ന് എമൗണ്ട് പോയി. പക്ഷേ ക്യാഷ് ബുക്കിൽ ആ ഡിസോണറായ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ 200 രൂപ കൂടുതലായിരിക്കും, പാസ്ബുക്കിൽ 200 രൂപ കുറവായിരിക്കും. ഇത്രയാണ് ട്രാൻസാക്ഷൻ വരുന്നത്. എൻട്രീസിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഡയറക്റ്റ് ഇതുപോലെ സോൾവ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളത് പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 12,000 തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ കാണേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. നമുക്ക് തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. നമ്മൾ കാണേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഫസ്റ്റ് നമ്മൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് 12,000 കാണിക്കുന്നു. ഇനി സെക്കൻഡ് ട്രാൻസാക്ഷനിൽ നമ്മളിവിടെ ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് തന്നിട്ടുള്ളത്. സോ സെക്കൻഡ് ട്രാൻസാക്ഷൻ തൊട്ടിട്ട് ക്യാഷ് ബുക്കിൽ എന്ത് മാറ്റമാണോ വരുന്നത് അത് നമ്മൾ ഇപ്പോൾ ക്യാഷ് ബുക്ക് സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1,800 രൂപ കൂടുകയാണ്. അപ്പോൾ ആ 1,800 രൂപ നമ്മൾ ആഡ് ചെയ്യണം ഈ പാസ്ബുക്കിൻ്റെ കൂടെ. അങ്ങനെ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ട്രാൻസാക്ഷനിലാണെങ്കിൽ ലെസ് ചെയ്യാണ് വേണ്ടത്, അത് പിന്നീട് നോക്കുക. അത് കഴിഞ്ഞ് തേർഡ് ട്രാൻസാക്ഷനിൽ ലെസ് ചെയ്യാണ് വേണ്ടത്. ഫോർത്ത് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്ക് കുറയുകയാണ്. ഫിഫ്ത്ത് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്ക് കുറവാണ്. സിക്സ്ത് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്ക് 5,000 കൂടുന്നു. ദെൻ സെവൻത്ത് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്ക് കുറയാണ്. എയ്ത്ത് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ കുറവാണ്. നയൻത്ത് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ 200 രൂപ കൂടുകയാണ്. സോ ആദ്യം ഈ ആഡ് ചെയ്യാനുള്ളതൊക്കെ എടുത്തെഴുതുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയ എമൗണ്ടിൽ ഈ ലെസ് ചെയ്യാനുള്ളത് ഓരോന്ന് ലെസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം ഡയറക്റ്റ്ലി ഇതേപോലെ എഴുതാം. നമ്മൾ എഴുതുന്നു ബാങ്ക് റീകൺസിലിയേഷൻ ആസ് ഓൺ 31 മാർച്ച് 2011 എന്നിട്ട് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് 12,000 റെക്കോർഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് ഓരോന്ന് എഴുതുന്നു. അതിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതേണ്ടത് ഇന്നർ കോളത്തിലാണ്. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്കിൻ്റെ കാര്യമാണ്. ഓഫ് ദ ചെക്ക് എമൗണ്ടിങ് 8,000 1,800 ഏപ്രിൽ 3 എൻ ക്യാഷ് ആവുന്നത്. പക്ഷേ നമ്മൾ ഈ മാസം തന്നെ 1,800 ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ തന്നെ ക്യാഷ് കിട്ടിയതായിട്ട് വിചാരിക്കുന്നു. സോ അത് റെക്കോർഡ് ചെയ്യുന്നു. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് 1,800. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്ക് ആഡ് ചെയ്യണത് സിക്സ്ത് ട്രാൻസാക്ഷനാണ്. LIC പ്രീമിയം ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക് ആണ്, പക്ഷേ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യമാണ്, അത് ആഡ് ചെയ്യുന്നു. ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ആസ് LIC പ്രീമിയം പറഞ്ഞ് 500 റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാഷ് ബുക്കിനെ ആഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് റിസീവ്ഡ് ബട്ട് ഡിസോണേഡ് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് 200 രൂപ. നയൻത്ത് ട്രാൻസാക്ഷൻ.
ഈ 3 ട്രാൻസാക്ഷൻസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. സോ 1800 പ്ലസ് 500 പ്ലസ് 200 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2500 ആണ്. അത് ഈ മുകളിലെ 12,000ൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14,500 ആണ്. അതിൽ നിന്ന് ഇനി നമ്മൾ ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് ലെസ് ചെയ്യണം. അതേതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ചെക്ക് ഇഷ്യൂ ചെയ്തത് 2 തവണ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ബുക്കിൽ 2500 രൂപ കുറവായിരുന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂഡ് ട്വൈസിലി റെക്കോർഡിങ് ക്യാഷ് ബുക്ക് എമൗണ്ട് വരുന്നത് 2500 ആണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്നത് ചെക്ക് ഇഷ്യൂ ചെയ്തതിൽ 1000 രൂപയുടെ ചെക്ക് ഈ മാസം പ്രസൻ്റ് ആയില്ല, അത് റെക്കോർഡ് ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നിന്ന് ക്യാഷ് പോയി എന്ന് വിചാരിക്കുന്നു, പക്ഷേ ആക്ച്വലി ക്യാഷ് പോയിട്ടില്ല. 1000 രൂപയുടെ ചെക്ക്, അതായത് 8000 രൂപയിൽ 1000 രൂപയുടെ ചെക്ക് പ്രസൻ്റ് ആവുന്നത് നെക്സ്റ്റ് മന്താണ്. സോ അത് ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ റോങ്ലി റെക്കോർഡ് ചെയ്തു, അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ് പറഞ്ഞ് 1000 കാണിക്കുന്നു. അടുത്ത ക്യാഷ് ബുക്കിനെ ലെസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ നമ്മുടെ ഒരു ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുകയാണ്. സോ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ 100 രൂപ കുറവായിട്ടായിരിക്കും കാണിക്കുക, അത് റെക്കോർഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ബൈ ബാങ്ക് ഡയറക്റ്റ്ലി 100. അടുത്തത് ക്യാഷ് ബുക്കിനെ ലെസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടോ നോക്കാം. 6th ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിനെ കൂട്ടുന്നതാണ്, നമ്മൾ ആൾറെഡി റെക്കോർഡ് ചെയ്തു. 7th ട്രാൻസാക്ഷൻ, അതായത് പാസ്ബുക്ക് ഷോയുടെ ഡെപ്പോസിറ്റ് ഓഫ് 10,000 ഡയറക്റ്റ്ലി ബാങ്കിലാണ് ഡെപ്പോസിറ്റ് വന്നത്, അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ആയിട്ടില്ല. ആയി, പക്ഷേ നെക്സ്റ്റ് മന്താണ്, നമ്മൾ ഈ മാസത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ആക്കിയിട്ടില്ല. സോ ക്യാഷ് ബുക്കിൽ 10,000 രൂപയുടെ കുറവ് കാണിക്കണം. ഡയറക്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ ഇൻ ടു ബാങ്ക്, അത് എമൗണ്ട് വരുന്നത് 10,000 ആണ്. നെക്സ്റ്റ് ക്യാഷ് ബുക്കിനെ ലെസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂ ചെയ്തത് 3100-നാണ്, പക്ഷെ നമ്മൾ എഴുതിയത് 13,000 ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് കൂടുതൽ എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിൽ 13,000 മൈനസ് ആക്ച്വലി പോയ എമൗണ്ട് 3,100 ഈക്വൽ ടു 9,900, 9,900 ആണ് വരിക, അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുന്നു. ചെക്ക് ഇഷ്യൂഡ് റോങ്ലി എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് 9,900. സോ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാനുള്ളതാണ്, നമ്മൾ ആൾറെഡി ഇവിടെ റെക്കോർഡ് ചെയ്തു. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഈ ലെസ് ചെയ്യാനുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യുക. അതായത് 2,500 പ്ലസ് 1000 പ്ലസ് 100 പ്ലസ് 10,000 പ്ലസ് 9,900 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 23,500 ആയിരിക്കും. ഈ 14,500-ന്ന് 23,500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9,000 ആണ്. ഈ 9,000 ആണ് 14,500-ന്ന് 23,500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ബാലൻസ് ആണ് 9,000, നെഗറ്റീവ് 9,000 ആണ്. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അക്കൗണ്ടിലുള്ളേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ട്, നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ നെഗറ്റീവ് ഫിഗർ വരുന്നുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 9,000 വരുന്നു. ഇത്രയാണ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസ് എഴുതി കഴിഞ്ഞ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഫിഗർ ആവുകൊണ്ടാണ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് വരുന്നത്. താങ്ക് യു.